മർദ്ദിച്ചു എന്ന മുൻ മാനേജർ വിപിൻ കുമാറിന്റെ പരാതിയിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദൻ. വിപിനെ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഉണ്ണി മുകുന്ദൻ അറിയിച്ചു. വിപിന്റെ പരാതിയിൽ ഉണ്ണി മുകുന്ദനെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. വിപിന്റെ പരാതി പരിശോധിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ 24നോട് പറഞ്ഞു. വിപിൻ കുമാർ മുൻ മാനേജറാണെന്ന വാദം പൂർണ്ണമായും തള്ളുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ. 2018 PRO എന്ന നിലയിലാണ് പരിചയപ്പെട്ടത്. ഇതുവരെ പേഴ്സണൽ മാനേജറായി നിയമിച്ചിട്ടില്ല. വിപിൻ അപവാദ പ്രചാരണം നടത്തുന്ന ആളാണെന്ന പരാതി തനിക്ക് നേരത്തെ ലഭിച്ചിരുന്നു. വിപിനിൽ നിന്ന് നിരന്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചു. തന്നെക്കുറിച്ച് വ്യാപകമായ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. പ്രശസ്തി ഇല്ലാതാക്കുമെന്ന് വിപിൻ വെല്ലുവിളിച്ചുവെന്നും ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചു. നിലവിൽ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിപിനൊപ്പം ചില ശത്രുക്കളുമുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവിധ വകുപ്പുകൾ ചേർത്താണ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. നടൻ വധഭീഷണി മുഴക്കിയെന്നും മാനേജറുടെ കരണത്തടിച്ചുവെന്നുമാണ് എഫ്ഐആറിലുള്ളത്. ടൊവിനോ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിനാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് വിപിൻ പോലീസിൽ നൽകിയ പരാതി. വിപിന്റെ പരാതി പരിശോധിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്നും 2 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ 24നോട്. പരാതി നമുക്ക് ഇന്നലെയാണ് ലഭിച്ചത്. ഇന്നിപ്പോൾ അത് ഞാൻ നമ്മളുടെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സോഹൻ സീനുലാലിനോട് ആ പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ചർച്ച നടത്താനും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവരെനിക്ക് ഒരു 1-2 ദിവസത്തിനുള്ളിൽ അവരുടെ ഒരു റിപ്പോർട്ട് എനിക്ക് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പരാജയപ്പെട്ടതിന്റെ മാനസിക നിരാശയിലാണ് ഉണ്ണി മുകുന്ദനെന്ന് താരവുമായി അടുത്ത ബന്ധമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. ഫ്ളാറ്റിലെ CCTV ദൃശ്യം പോലീസ് പരിശോധിച്ചെങ്കിലും പരാതിയിൽ ഉന്നയിക്കുന്ന മർദ്ദനം നടന്നിട്ടില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. 24 കൊച്ചി.